പ്രിയ കുട്ടികളെ, നമ്മളിന്ന് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. അതായത് നമ്മൾ ഡിപ്രീസിയേഷനിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് പല കുട്ടികളും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലെ പ്രോബ്ലം ചെയ്യാമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടതുകൊണ്ട് ഡിമിനിഷിംഗ് ബാലൻസിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ അതിലൊരു കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതില് അഡീഷണൽ പർച്ചേസും സെയിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കാം. അതായത് 1 ജാനുവരി 2015 ഒരു കമ്പനി മെഷീനറി പർച്ചേസ് ചെയ്തേക്കാണ് 19,600 മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന് സ്പെൻഡ് ₹400 ഫോർ എറക്ഷൻ ചാർജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മെഷീനറിക്ക് അത് അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് എറക്ഷൻ നടത്താൻ വേണ്ടി വന്ന ചെലവാണ് ₹400. അപ്പൊ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജസും എറക്ഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഏൺ ചെയ്യുന്നത് വരെ നമ്മൾ അതിലേക്ക് എന്തൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ 19,600 കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് 400. ഈ 400 നമ്മൾ പ്ലസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് 20,000 എന്ന് കിട്ടും. പിന്നെ അവര് നമ്മളോട് പറഞ്ഞേക്കാണ് ഓൺ 1 ഒക്ടോബർ 2015 സെയിം ഇയറിൽ അഡീഷണൽ മെഷീനറി കോസ്റ്റിംഗ് ₹8,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. Then on 1 ജൂലൈ 2017 മെഷീനറി അക്വയർഡ് മീൻസ് പർച്ചേസ്ഡ് ആണ്. മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1 ജാനുവരി 2015. അതായത് ഈ ₹20,000 മെഷീനറി പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്തെന്നാ പറഞ്ഞേക്കണേ? സോൾഡ് ₹16,000. അതായത് 16,000 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞേക്കണത്. എന്നാ വിറ്റേക്കണേ നോക്കിയേ? 1 ജൂലൈ 2017 വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ഡേ ന്യൂ മെഷീനറി പർച്ചേസ്ഡ് കോസ്റ്റിംഗ് ₹20,000. പഴയ മെഷീനറി വിറ്റ് കഴിഞ്ഞപ്പോ അവരവരുടെ ഫേമിലേക്ക് ഒരു പുതിയ മെഷീനറി സെയിം ഡേറ്റിൽ പർച്ചേസ് ചെയ്തു. അത് ₹20,000 ആണ്. റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10%. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവര് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും ഡിസംബർ 31 അപ് ടു, അതായത് 2018 വരെയാണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടേക്കുന്നത്, മെഷീനറി അക്കൗണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? മെഷീനറി പർച്ചേസ് ചെയ്തേക്കുന്നത് 1/1/2015 ടു ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് എറക്ഷൻ ചാർജസും ഇത് നമുക്ക് സെപ്പറേറ്റ് കാണിക്കണമെന്നില്ല, നമുക്കത് പ്ലസ് ചെയ്ത് കാണിച്ചാൽ മതി. അതായത് മെഷീനറിയുടെ കോസ്റ്റും അതിന് വന്ന എറക്ഷൻ ചാർജസും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ എഴുതും ക്ലോസിംഗ് ഡേറ്റ് ആണ് ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ടത്. അത് കാരണം ഒരു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ ക്ലോസിംഗ് ഡേറ്റിലായിരിക്കും എപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ എമൗണ്ട് എഴുതും. എത്രയാ? ₹20,000 മെഷീനറിക്ക് 10% ഡിപ്രീസിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ 2,000 അതിനുള്ള ഡിപ്രീസിയേഷൻ വന്നു. ഇനി ആ വർഷം വീണ്ടും അവര് 1 ഒക്ടോബറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 1/10/15 വീണ്ടും നമ്മൾ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന മെഷീനറി 8,000 രൂപയുടെയാണ്. അപ്പൊ ആ മെഷീനറിക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഈ മെഷീനറിക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അതായത് 2 പ്രാവശ്യം നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതണമെന്നില്ല. 8,000 രൂപയ്ക്ക് 10% നിരക്കില് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1 ഒക്ടോബർ ആണ്. അപ്പൊ ഒക്ടോബറിൽ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോ എത്ര മാസം ആ വർഷം വരുന്നുണ്ടോ നോക്കാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ആ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. അവർ പർച്ചേസ് ചെയ്തേക്കുന്ന ഡേറ്റ് മുതൽ നമ്മൾ എപ്പോഴും എടുക്കണം, മറക്കാതെ എടുക്കേണ്ടത് അതാണ്. അപ്പൊ 3 മാസത്തേക്കാണ് നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 8,000 രൂപയാണ് അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്തേക്കുന്നത്. പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 1 ഒക്ടോബർ ആയതുകൊണ്ട് ആ ഒക്ടോബർ മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയാണ് നമ്മൾ ഡേറ്റ് നോക്കേണ്ടത്. 3 മാസമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഡിസംബർ ആണ് എല്ലാ വർഷവും ക്ലോസ് ചെയ്യണത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 മാസത്തേക്ക് അതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ 3 മാസത്തേക്ക്. അപ്പൊ എത്ര രൂപ കിട്ടും നോക്കിയ ഡിപ്രീസിയേഷൻ നമുക്ക്? അതായത് 0 കട്ട് ചെയ്ത് പൊക്കോളും. ഇത് 4 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇതിലേക്ക് 200 എന്ന് കിട്ടും. 48 കട്ട് ചെയ്ത് പൊക്കോളും 2 ടൈംസ്. അപ്പൊ 2000 ആദ്യത്തേതിനും രണ്ടാമത്തേന് 200ഉം. അപ്പൊ 2200 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയറില് നമ്മളിവിടെ എഴുതും. അതായത് ഈ 28,000 കിട്ടും പർച്ചേസ് ചെയ്തേക്കണത്. ഇവിടെ നമുക്ക് 28,000 ഡിപ്രീസിയേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 28,000 നമ്മൾ എന്ത് ചെയ്യണം? 28,000 2200 ആണ് ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 25,800 കിട്ടും. അവിടെ നമ്മൾ എഴുതും ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് നമ്മൾ അവിടെ ഡേറ്റ് കൊടുക്കുന്നത്, എഴുതുന്നത്. ഇനി നമ്മൾ അത് ഇവിടേക്ക് ബ്രോ ഡൗൺ ചെയ്യും. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അത് ബ്രോ ഡൗൺ ചെയ്യും. അപ്പൊ നമ്മൾ എഴുതും ബാലൻസ് ബ്രോ ഡൗൺ 25,800. ഇതാണ് നമ്മൾ അവിടേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ബൈ ഡിപ്രീസിയേഷൻ. നമ്മൾ ചെയ്യുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്ന എമൗണ്ടിനായിരിക്കണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പൊ 25,800 നമ്മൾ 10% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 2,580 കിട്ടും. ഇനി ആ വർഷം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എപ്പോഴും നോക്കണം. 2016-17 പിന്നെ അടുത്ത മെഷീനറി 17 മെഷീനറി എന്ത് ചെയ്തേക്കണത്? വിറ്റേക്കണത്. 2017 ജൂലൈയില് ഓൺ 1st July 2017 മെഷീനറി അക്വയർഡ് ഓൺ 1st January. ജനുവരി 1 മേടിച്ചേക്കണ്ട് വിറ്റേക്കണത് 2017. 16 നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 25,800 നമ്മള് ഇത് മൈനസ് ചെയ്ത് നോക്കാം. അതായത് 25,800 മൈനസ് 2,580. അപ്പൊ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് എപ്പോഴും ക്ലോസിംഗ് ഡേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഡേറ്റ് എഴുതാൻ വിട്ടുപോയി. ഡേറ്റ് എഴുതാൻ മറക്കരുത്. ഡേറ്റ് എഴുതാൻ വിട്ടു കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 23,220 എന്ന് ബാലൻസ് കിട്ടി. നമ്മളത് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യാണ്. അതായത് ബാലൻസ് ബ്രോ ഡൗൺ എത്ര കിട്ടി? 23,220. ഇത്രയും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അവര് പറഞ്ഞിരിക്കുന്നത് 2015 മേടിച്ച മെഷീനറി, 2015 ജനുവരിയിൽ മേടിച്ച മെഷീനറി കണ്ടോ. 2015 ജനുവരിയിൽ മേടിച്ച മെഷീനറി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ജൂലൈ 1 വിറ്റു എന്നാണ് പറഞ്ഞേക്കണത്. ജൂലൈ 1 എത്ര രൂപയ്ക്കാ വിറ്റേക്കണേ? 16,000 റുപ്പീസിനാണ് സെയിൽ ചെയ്തേക്കണത്. അപ്പൊ നമ്മൾ ആ മെഷീനറിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ എഴുതുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ വരുന്നതാ അത്ഭുതമാക്കിയാണ്. കാൽക്കുലേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്യണേ നോക്കിക്കോളൂ കേട്ടോ. അതായത് 1/1/15 മെഷീനറി 20,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിന് ആദ്യത്തെ വർഷം അവര് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് 10% എന്ന് പറയുമ്പോൾ 2,000 രൂപ എന്ന് പറഞ്ഞ അടുത്ത വർഷം 1/1/16 അതിന്റെ വാല്യൂ 18,000. ആ വർഷവും അവര് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അതായത് 10% എന്ന് പറയുമ്പോൾ 1,800 രൂപ. നമ്മളതിന് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അതായത് 1/1/17 ജനുവരി 1, 2017 ആ വിറ്റ മെഷീനറിയുടെ മാത്രം നമ്മൾ കാൽക്കുലേഷൻ നടത്തിയതാണ് കേട്ടോ.
അപ്പൊ വിറ്റ മെഷീനറിക്ക് എത്ര രൂപ 2017 ജനുവരി 1-ാം തീയതി വാല്യൂ ഉണ്ട്? അതായത് 16,200 രൂപയാണ് അതിന് വാല്യൂ ഉള്ളത്. അവരത് വിറ്റിരിക്കുന്നത് എത്ര രൂപയ്ക്കെന്നാ പറഞ്ഞേക്കണേ? 16,000 രൂപയ്ക്ക്. അത് വിറ്റേക്കണെന്ന 1 ജൂലൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 ജൂലൈ വരെയുള്ള ഡിപ്രീസിയേഷനും കൂടി നമ്മൾ എഴുതണം കേട്ടോ. 1 ജൂലൈ വരെ എന്ന് പറയുമ്പോ 6 മാസം. അപ്പൊ ഈ 16,200 രൂപയ്ക്ക് 10% നിരക്കില് 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജൂലൈ മാസം വിൽക്കുന്ന ഡേറ്റ് വരെ, അപ്പൊ ജൂൺ 30 വരെ 6 മാസം. അപ്പൊ ഇതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടും? നമുക്ക് 810 കിട്ടും. അപ്പൊ 6 മാസം ഉപയോഗിച്ചപ്പോ 810 രൂപയാണ് അതിന് ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ മെഷീനറി വിൽക്കുമ്പോ എത്ര രൂപ ഈ ജൂലൈ മാസം 1-ാം തീയതി മെഷീനറി വിൽക്കുമ്പോ എത്ര രൂപ അവർക്ക് കിട്ടണം? ലാഭവും നഷ്ടവും ഇല്ലാത്ത കേസിൽ അവർക്ക് കിട്ടേണ്ടത് 15,390 രൂപയാണ് അവർക്ക് കിട്ടേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? അതായത് മെഷീനറിയുടെ നമ്മൾ സെപ്പറേറ്റ് കാണണം. 20,000 രൂപയുടെ മെഷീനറി 1 കൊല്ലം ഉപയോഗിച്ചപ്പോ 2,000 രൂപ അതിന് ഡിപ്രീസിയേഷൻ വന്നു. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറഞ്ഞു വരുന്ന വാല്യൂവിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 18,000-ന്റെ 10% 1,800 കിട്ടി. അതിന് വീണ്ടും ആ 16,200 നമ്മൾ 6 മാസത്തേക്കാണ് കാണുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വിറ്റു. അതുകൊണ്ട് അപ്പൊ 810 രൂപ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അവർക്ക് എമൗണ്ട് കിട്ടുന്നത് 15,390 ആണ്. അതിന് അവർക്ക് വിറ്റപ്പോ എത്ര കിട്ടിയെന്നാ പറഞ്ഞേക്കണേ? 16,000 രൂപ കിട്ടിയെന്നാണ് ക്വസ്റ്റിന് പറഞ്ഞേക്കണേ. അപ്പൊ സെയിൽ ചെയ്തപ്പോ 16,000 രൂപ കിട്ടി. ഇപ്പൊ അവര് വിറ്റ അവർക്ക് എത്രയേ കിട്ടേണ്ട ആവശ്യമുള്ളൂ? അതായത് 15,390 കിട്ടിയാ മതി. അതിന് 16,000 അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 15,390 അല്ലേ? 9, 12 എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടി നോക്കി? 4, 6. അവർക്ക് കിട്ടിയേക്കണ പ്രോഫിറ്റ് അപ്പോ 610 ആണ് അവർക്ക് കിട്ടിയേക്കണ പ്രോഫിറ്റ് കേട്ടോ. അപ്പൊ ഓരോ കൊല്ലവും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ കിട്ടിയ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കണത്. അപ്പൊ ഇവിടെ 810, 16,200 ആണ് അവർക്ക് ആ വർഷം വന്നേക്കണത്. അതിൽ നിന്ന് കുറച്ച് കിട്ടിയ വാല്യൂ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയാണ്. അപ്പൊ ഇതാണ് അവർക്ക് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് 810 ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് കിട്ടിയേക്കണത്. അപ്പൊ അവർക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് എത്രയാ നമ്മൾ നോക്കുമ്പോ പ്രോഫിറ്റ് എത്ര കിട്ടി? അവർക്ക് 610 രൂപ പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും ഇവിടെയാണ് എഴുതണേ കേട്ടോ. ഡിപ്രീസിയേഷന്റെ സൈഡിൽ നമ്മൾ ലോസ് ആണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ പ്രോഫിറ്റ് ആണ് എഴുതുന്നത്. കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ അവിടെ എഴുതും. ഇനി ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. തെറ്റിക്കാതെ അത് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. അതായത് ആദ്യം നമുക്ക് വിറ്റ് കിട്ടിയ എമൗണ്ട് അങ്ങോട്ട് എഴുതാം. വിറ്റ് കിട്ടിയത് ബൈ ബാങ്ക് ആണ്. വാങ്ങിച്ചപ്പോ ടു ബാങ്ക് ഓർ ടു ക്യാഷ്. ബാങ്ക് ഓർ ക്യാഷ് എഴുതാട്ടോ. ബാങ്കിൽ നിന്ന് തന്നെ എഴുതണമെന്നില്ല. നമ്മൾ അവിടെ ക്യാഷ് എന്ന് എഴുതുകൊണ്ട് നമ്മളിവിടെ ക്യാഷ് തന്നെ എഴുതാണ്. 16,000 ആണ് വിറ്റ് കിട്ടിയേക്കണത്. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടതാ, ഡിപ്രീസിയേഷൻ നമുക്ക് ഈ രണ്ടാമത് മേടിച്ച മെഷീനറി സെയിം ഡേറ്റില്, ഇതേ ഡേറ്റില് 1/7/17 ഒരു പുതിയ മെഷീനറി മേടിച്ചു എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 20,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് അതേ ഡേറ്റിൽ ഒരു പുതിയ മെഷീനറി മേടിച്ചേക്കണുണ്ടോ? അപ്പൊ ഈ മെഷീനറിക്ക് 6 മാസം കഴിഞ്ഞ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസത്തേക്കാണ് 20,000 രൂപയ്ക്ക് അഡീഷണൽ മേടിച്ച മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 1000 രൂപയാണ് വരുന്നത് കേട്ടോ. 1000 മനസ്സിലായല്ലോ. 2,000-ന്റെ 10% ഒരു കൊല്ലത്തേക്കാണ് 2,000, 6 മാസത്തേക്ക് ആകുമ്പോ 1000 പ്ലസ് നമ്മൾ വിറ്റ മെഷീനറിയുടെ നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. വിറ്റ മെഷീനറിക്ക് 6 മാസത്തേക്ക് 810 രൂപ വന്നു. അപ്പൊ 1,810 രൂപ ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ വന്നു. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിൽക്കാതെ വന്ന മെഷീനറിയുടെ, ഇപ്പൊ ഈ മെഷീനറിയാണ് വിറ്റേക്കണത്. ഈ മെഷീനറി അവര് വിറ്റിട്ടില്ല. ആ വിൽക്കാതെ വന്ന മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 16,200. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
1/1/2017 വിറ്റ മെഷീനറിയുടെ മാത്രം വാല്യൂ 16,200 ആണ്. 1/1/17 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് 23,220 ആണ്. ഇത്രയും രൂപയാണ് ജനുവരി 1, 2017 മൊത്തത്തില് മെഷീനറിയുടെ വില. അതിൽ നിന്ന് നമ്മള് വിറ്റ മെഷീനറിക്ക് 1/1/2017 വരെ നമ്മൾ ജനുവരി വരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവൂ. ആ വിൽക്കുന്ന ഡേറ്റ് വരെ അതിന്റെ വാല്യൂ എത്രയാണ്? 16,200 അത് നമ്മൾ കുറയ്ക്കണം. അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 7,020 കിട്ടും. 7,020 ആണ് നമുക്ക് കിട്ടിയേക്കണേ കേട്ടോ. അപ്പൊ ആ 7,020ക്ക് ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 7,020ക്ക് 10% നിരക്കില് അതിന്റെ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വരും. ആ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ ഇവിടെ എഴുതേണ്ട വരും കേട്ടോ. അപ്പൊ 702 രൂപ ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കിട്ടും, 10%. മനസ്സിലായല്ലോ? ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് വേണം നമ്മളത് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ക്യാഷ് വിറ്റ് കിട്ടിയത്, ഡിപ്രീസിയേഷൻ പുതിയ മെഷീനറിയുടെ, പിന്നെ ഉപയോഗിച്ച് വിറ്റതിന്റെ, പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ നമുക്ക് ഈ രണ്ടാമത് മേടിച്ച മെഷീനറിയുടെയാണ് നമ്മളിവിടെ കാണിച്ചേക്കണത്. എത്രയാ? 700 ഈ തന്നേക്കണ 20,000ന്റെ 1000 രൂപ അതും ചേർത്താണ് ഇവിടെ വന്നേക്കണത്. ഇത് പുതിയ മെഷീനറിയുടെയും വിറ്റേന്റെയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെഷീനറിയുടെയാണ് ഈ കാണിച്ചേക്കണ 720 രൂപ. ഈ 770 മനസ്സിലായോ? അതിന്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 23, അതായത് ജനുവരിയിലെ ഈ എമൗണ്ടിൽ നിന്ന് ആ ഡേറ്റിൽ വിറ്റതിന്റെ നമ്മൾ മൈനസ് ചെയ്തപ്പോ നമുക്ക് 7,020 കിട്ടും. 7,020ന്റെ 10% നിരക്കിൽ ഒരു കൊല്ലത്തേക്ക് 702 രൂപ കിട്ടും. ബാലൻസ് 25,318 കിട്ടും. ഇനി നമ്മള് അത് 2018 ബ്രോഡ് ഡൗൺ ചെയ്തു. ആ ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് ആ വർഷം അതിന് ഡിപ്രീസിയേഷൻ വന്നേക്കുന്നതാണ് 2,532, 31.8 കിട്ടും. അപ്പൊ നമ്മളത് 32 ആക്കി എടുത്തു. അങ്ങനെ ആ 31/12/2012 ആ മെഷീനറിയുടെ വാല്യൂ 22,786 രൂപയാണ് കേട്ടോ. അതായത് ഇത് PK ലാസറുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 205-ാമത്തെ പേജില് 26-ാമത്തെ എക്സസൈസ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ കാണിച്ചോളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പോർഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യുക.